വിശദമായ വാർത്തകളിലേക്ക്. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ആർവ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിലെ സംഘർഷത്തിന് കാരണം SDPI ആണെന്ന് CPM. നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് SDPI ആണെന്ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ഫ്രഷ് കട്ട് സമരം അക്രമാസക്തമാക്കിയത് SP-യുടെ പ്രകോപന ഇടപെടലാണെന്ന് മുസ്ലിം ലീഗും പ്രതികരിച്ചു. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, എന്താണ് CPM ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വരാനുള്ള ഒരു പശ്ചാത്തലം? മറ്റൊന്ന്, ലീഗിന്റെ ഒരു പ്രതികരണമാണ്. ലീഗ് പറയുന്നത് ഈ റൂറൽ SP-യുടെ പ്രകോപന കാരണമാണ് സംഘർഷം ഇത്രയും വഷളാവാൻ കാരണമെന്നുമാണ് ലീഗും ആരോപിക്കുന്നത്. എന്താണ് വിശദാംശം? അതായത് CPM വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ താമരശ്ശേരിയിൽ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട നടന്നിരുന്നത്. പോലീസുകാർക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ CPM പറയുന്നത് SDPI ആണ് സാധാരണക്കാർക്കിടയിൽ നുഴഞ്ഞു കയറി ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. പരിശീലനം ലഭിച്ച SDPI പ്രവർത്തകർ ജില്ലയ്ക്ക് പുറത്തുപോലും വന്നെത്തി ഇവിടെ വാഹനം ഉൾപ്പെടെ കത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് CPM പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ SDPI ആണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർ നൽകിയിട്ടില്ല. പക്ഷേ SDPI ആണ് ഇത്തരം ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും ലീഗും ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോപണമായി എത്തിയിട്ടുണ്ട്. അതായത് സമരക്കാർക്കിടയിൽ ഫ്രഷ് കട്ട് കമ്പനിയുടെ വാഹനം കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ലീഗ് പറയുന്നത്. ഫ്രഷ് കട്ട് ഉടമയെ സഹായിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്ന് ലീഗും ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ആരോപണവും പ്രത്യാരോപണങ്ങളുമായി ഈ സമരത്തിന്റെ ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കൂടെ പോവുകയാണ്. ശരി, കോഴിക്കോട് നിന്നും നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.